5 കലിമത്തുകളെ പറ്റി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 5 പദങ്ങൾ ആരെങ്കിലും മൊഴിഞ്ഞാൽ, പറഞ്ഞാൽ അവർ ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും കനം തൂങ്ങുന്ന, മീസാനിൽ കനം തൂങ്ങുന്ന അഅ്മാലുകൾ അതായിരിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ 5 അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ. നമുക്കൊക്കെ ചൊല്ലി പരിചയമുള്ള, ചൊല്ലാൻ അറിയുന്ന വാക്കുകളാണ്. എന്നാൽ ഇത് അർശിൻ്റെ ചോട്ടിൽ നിന്നും കൊണ്ടുവന്ന നിധിയാണ് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അർശിൻ്റെ ചോടയുള്ള ആ നിധി നമുക്ക് ദിവസവും ചൊല്ലാൻ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും അതിങ്ങനെ ചൊല്ലി 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 നമ്മുടെ നാവും അതുമായി അങ്ങോട്ട് കൂടിക്കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നരകത്തിൽ തൊടുകയില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിന് അവകാശപ്പെട്ടതായിരിക്കും. ഹബീബായ നബി തങ്ങൾ അത്രയേറെ ഗൗരവത്തിൽ, അത്രയേറെ ആകാംക്ഷയോട് കൂടിയിട്ട് അത്ഭുതപ്പെടുത്തുന്ന ആ ദിക്ർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏതാണ് ആ ദിക്ർ എന്ന് പഠിക്കാം, ജീവിതത്തിൽ പതിവാക്കാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നന്മകൾ പ്രചരിപ്പിക്കൽ നമുക്കും കൂലി ലഭിക്കാൻ കാരണമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകൾ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളുടെ തിരു ഹദീസുകൾ പരതി നോക്കിയാൽ ഒരുപാട് ദിക്റുകളുടെ വലിയൊരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയും. ദിക്റുകൾ എമ്പാടും മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പതിവാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയതുപോലെ ദിക്റുകൾ നമുക്ക് ചൊല്ലാൻ കഴിയില്ല. അവിടുന്ന് പതിവാക്കിയിരുന്നത് പോലെ എണ്ണം നമുക്ക് പതിവാക്കാൻ കഴിയില്ല. അവിടുന്ന് നിസ്കരിച്ചതുപോലെയുള്ള നിസ്കാരം നമുക്ക് കഴിയില്ല. അവിടുന്ന് ഖുർആൻ ഓതിയതുപോലെയുള്ള ഖുർആൻ പാരായണം നമുക്ക് കഴിയില്ല. എല്ലാം നമ്മൾ ചെയ്താലും നമ്മുടെ പരിധി വെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മികച്ചതിനേക്കാൾ അധികം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹദീസുകളിൽ ദിക്റുകളുടെ എണ്ണം നോക്കിയാൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഈ ദിക്റുകൾ പലതും നമുക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് എന്നും അവിടുത്തെ ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ നാവിൽ വളരെ ചൊല്ലാൻ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന, അതുമാത്രവുമല്ല ആരെങ്കിലും ഒരാൾ ഈ കെലിമത്തുകൾ, ഈ ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മീസാനിൽ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗത്ത് വലിയ കനം തൂങ്ങുന്ന, വലിയ ഭാരം തോന്നിപ്പിക്കുന്ന ചില പദങ്ങളുണ്ട്. ഈ പദങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഇത് സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന വഹുന്ന മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികുംഭങ്ങളിൽപ്പെട്ട നിധിയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിധിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ആ കെലിമത്തുകളെന്ന് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം. ഒരുപാട് വിഷമങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ, പ്രയാസപ്പെടുന്നവർ, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷം ലഭിക്കാൻ കാരണമാണ് ദിക്റുകൾ. നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടാൻ കാരണമാണ് ദിക്റുകൾ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ഭൗതിക കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുക എന്ന്. ഭൗതികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഭൗതികമായ ചില നേട്ടങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ഈ പറയപ്പെട്ട ദിക്റുകളും കലിമത്തുകളും ഒക്കെ പറയൽ കൊണ്ട് നമുക്ക് ഭൗതികമായ നേട്ടം കിട്ടുന്നതിനൊക്കെ അപ്പുറം ആത്മീയമായ വലിയ ചൈതന്യവും നേട്ടവും ഉയർച്ചയും പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് നമുക്ക് ഉന്നത പദവിയും കിട്ടാൻ കാരണമായി തീരും. ഹബീബായ നബി തങ്ങൾ ഈ കെലിമത്തുകളെ സംബന്ധിച്ച്, വാചകങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഖഫീയത്താനി അലൽ ലിസാൻ, നാവിൻ്റെ മേൽ വളരെ ലഘുവായ കെലിമത്തുകളാണ്. നാവിൻ്റെ മേൽ വളരെ ലഘുവായ, അതായത് പെട്ടെന്ന് ചൊല്ലാൻ എളുപ്പമുള്ളത്, ലഘുവായത് എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ വളരെ എളുപ്പമുള്ളത്. അതുപോലെ സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ കൊണ്ടുവെക്കുമ്പോൾ വലിയ കനം തൂങ്ങുന്ന വലിയ ഭാരം തോന്നിപ്പിക്കുന്ന കലിമത്തുകളാണ്. അതുപോലെ പറഞ്ഞത് യുർദീന റഹ്മാൻ, സൃഷ്ടാവായ അള്ളാഹുവിന് വലിയ പ്രിയങ്കരമായ കലിമത്തുകൾ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഈ ഇസ്മുകൾ, ഈ പദങ്ങൾ വലിയ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരാൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന് അവരോട് വലിയ മഹബത്തും സ്നേഹവും ഉണ്ടാകും. എന്ന് പറയാം, വയുത്തിറുദിന ഷെയ്ത്താനെ ആട്ടി ഓടിക്കുന്ന, ജീവിതത്തിൽ നിന്നും അകറ്റി മാറ്റുന്ന ഷെയ്ത്താൻ നമ്മുടെ 7 അയലത്ത് പോലും വരാത്ത രൂപത്തിൽ വിദൂരത്താക്കി കളയുന്ന പദങ്ങളാണ്. ആരെങ്കിലും ഈ ഒരു പദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ ഇബ്ലീസിനെ, മൽഊനായ ലഈനായ ഇബ്ലീസിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയും. അവൻ നമ്മെ ചതിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അതിലേറ്റവും
ഏറ്റവും ഗൗരവമുള്ള സമയം ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയമാണ്. ഞാനും നിങ്ങളും ഒക്കെ മരിക്കാൻ പോകുന്ന നേരത്താണ് ഇബിലീസ് വല്ലാതെ കെണിവലയുമായി കടന്നു വരുന്നത്. ഇബിലീസിൻ്റെ ചതിവലയുമായി കടന്നു വരും. എന്നിട്ടോ അവൻ നമ്മുടെ ഈമാൻ തെറ്റിച്ചു കളയാൻ, പിഴപ്പിക്കാൻ ശ്രമിക്കും. ദാഹം മൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നമ്മളറിയാം, തവസ്സുൽ ബൈത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്, കേൾക്കാറുണ്ട്. എന്ത്? ദാഹം മൗത്തത് കൂട്ടിടും. മൗത്തിൻ്റെ സമയത്ത് വല്ലാതെ ദാഹം അനുഭവപ്പെടും. അപ്പോൾ ഇബിലീസ് കൂസിനെ കാട്ടിടും. ഇബിലീസ് ഇങ്ങനെ വെള്ളത്തിൻ്റെ പാനപാത്രവുമായി കൂജയുമായി കടന്നു വരും. എന്നിട്ടോ, വെള്ളം വേണോ, ദാഹിക്കുന്നുണ്ടോ, നിനക്ക് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എൻ്റെ കൂടെ വരണം, എൻ്റെ വഴിയിൽ വരണം. ആ സമയത്ത് നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബനാ. ശത്രുക്കൾ പിടിമുറുക്കിയുന്ന ബദറിൻ്റെ രണാങ്കണത്തിലും ഹബീബായ നബി തങ്ങളോടൊപ്പം അടിയുറച്ചു നിന്ന ബദിരീങ്ങൾ, ഈമാൻ വിട്ടുകളിക്കാത്ത, ഈമാനിൽ ഒരു അണുവിട, ഒരു അണുമണി തൂക്കം പിന്നോട്ട് മാറാത്ത ബദിരീങ്ങളെ റബ്ബേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ ഇബ്ലീസിനെ ആട്ടിയോടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രാർത്ഥന അതാണ്. അപ്പോൾ ഈ ഇബ്ലീസിനെ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിദൂരത്താക്കാൻ, അത് മരണസമയത്തും വരൂല, അവൻ്റെ ജീവിതകാലത്തും വരൂല. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്ന വളരെ മഹത്തായ, എന്നിട്ട് പറഞ്ഞത് വഹുന്ന മിൻ കുനൂസിൽ ജന്ന. ഈ കലിമത്തുകൾ സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. സ്വർഗത്തിൻ്റെ നിധി എന്ന് പറഞ്ഞാൽ അത് നിസാര, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നിധിയാണ്. നമ്മുടെ ഭൂമിയിൽ നിന്നും സ്വർണ്ണവും വെള്ളിയൊക്കെ കുഴിച്ചെടുത്ത് നിധിയായിട്ട് കൊണ്ടു നടക്കും. എന്നാൽ സ്വർഗത്തിലെ നിധി അതാണോ? സ്വർഗത്തിലെ നിധി ഇവിടത്തത് പോലെ ലോക്കൽ നിധിയാണോ? അല്ല, അതിന് വലിയ പവറുണ്ട്, മഹത്വമുണ്ട്. ഈ കലിമത്തുകൾ സ്വർഗത്തിൻ്റെ നിധിയാണ്. വമിൻ തഹ്തിൽ അർഷ്, അത് മാത്രമല്ല അർഷിൻ്റെ ചോട നിന്നും കൊണ്ടുവന്ന കലിമത്തുകളാണ്. അർഷിൻ്റെ ചോട എഴുതപ്പെട്ട കലിമത്തുകളാണ്. അർഷ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ്. അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും വിശാലമായത്, വലിപ്പമുള്ളത്, മഹത്വമുള്ളത് അർഷാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഈ അർഷിനാണ് വലിയ സ്ഥാനമുള്ളത്. ഈ അർഷ്, ആ അർഷിൻ്റെ ചോട നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ കലിമത്തുകൾ, 5 കലിമത്തുകൾ. വഹുന്ന അൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നെന്നും ശേഷിക്കുന്ന അത്ഭുതകരമായ, എന്നെന്നും തീരാത്ത നന്മ ലഭിക്കുന്നതായ കലിമത്തുകളാണ്, അഅ്മാലുകളിൽപ്പെട്ടതാണ് ഈ ഒരു 5 പദങ്ങൾ. ഇനി അത് പറയുന്നു, ഖാലൂ, നിങ്ങൾ പറയണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയാ, നിങ്ങൾ ഏതാ കലിമത്ത് പറയേണ്ടത്? നമുക്കറിയുന്ന കലിമത്താ, ചൊല്ലി. ഞാനത് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ പറയണം. നബിയെ ഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അറിയുന്ന ദിക്റല്ലേ? ഈ ദിക്റായിരുന്നു ഉസ്താദ് എന്ന്. ഈ ദിക്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് സ്ഥിരമായി ചൊല്ലുന്ന എത്ര ആളുണ്ട്? കാരണം ഈ മഹത്വം ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, ഇത്രയേറെ പവറുള്ളൊരു സാധനമാണ് നമ്മൾ ചൊല്ലാതെ വെറുതെ പാഴാക്കിക്കളയുന്നത്. കുറഞ്ഞ സമയം മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്ന സർവ്വസ്തുതി. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് ആരാധനയ്ക്കർഹൻ, മറ്റൊരാളുമില്ല അള്ളാഹു അല്ലാതെ. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അലീമായ, അലിയായ, ഉന്നതനായ, മഹത്വമുള്ള അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു സഹായവുമില്ല, എനിക്കൊരു കഴിവുമില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല. ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ, പറഞ്ഞാൽ, അവർക്ക് കിട്ടുന്ന നേട്ടം സ്വർഗത്തിൻ്റെ തഹത്തിൽ താഴ്ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ദിക്ർ ചൊല്ലിയ പദങ്ങൾ പറഞ്ഞ കൂലി ഒരിക്കലും വറ്റാത്ത ഉറവ ലഭിക്കുന്ന വലിയ നന്മയുടെ കേദാരങ്ങളായി തീരാൻ കഴിയും. അവർക്ക് ലഭിക്കും. മീസാനിൽ വലിയ ഖനം തൂങ്ങാൻ കാരണമായി തീരും. അതുപോലെ തന്നെ ശൈത്താനെ ആട്ടിയോടിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ കഴിയും. അതുപോലെ ചൊല്ലാൻ, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന ഈ മഹത്തായ കലിമത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാട്ടെ. നമുക്കൊക്കെ അറിയുന്ന പല ദിക്റുകളുടെയും മഹത്വങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മളത് പാഴാക്കി കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് നേട്ടങ്ങൾ, കുടുംബപരമായി വഴക്കൊക്കെ തീർന്ന് റാഹത്തുള്ള, ബറക്കത്തുള്ള ജീവിതം
ജീവിതം അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ ഖൽബ് നന്നായി കിട്ടും, മറ്റുള്ളവരുമായുള്ള സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ നന്നായി കിട്ടും. അത്തരത്തിൽ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനിയും ഒരുപാട് നന്മകൾ കേൾക്കാനും ജീവിതത്തിൽ പതിവാക്കാനും ഒക്കെ ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.